എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മളൊരു വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്, പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക്. ഇന്ന് നിങ്ങൾ നോക്കുക, ഞാൻ വാഹനം ഇപ്പോൾ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാർ ഇതാ ഈ ഒരു ചുമരിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ബൈക്കും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആ കാറ് ബാക്കിലേക്ക് എടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കുക, എങ്ങോട്ടാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് തുടങ്ങിയ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കിട്ടും. ഇവിടെ ബാക്കിൽ ഇതാ ഇത്ര സ്പേസ് ഉണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, വണ്ടിയുടെ ബാക്ക് ടയർ എവിടെയാണുള്ളത്? ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് ഉള്ളത്. നോക്കിയേ, ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്ക് ടയർ എപ്പോഴും ശ്രദ്ധിക്കണം. കണ്ടില്ലേ? നോക്കിയേ, ഇതാ ഈ ബാക്ക് ടയർ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരണം. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ വണ്ടി ഇപ്പോൾ റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ടിയുടെ ബാക്ക് കോർണർ അത് വലത് സൈഡിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിക്കും. പക്ഷേ അങ്ങനെ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ വലത് ഭാഗത്തേക്ക് പോകും, പക്ഷേ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് എങ്ങോട്ടേക്ക് വരും? വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഇടത് ഭാഗത്തേക്കാണ് വരിക, ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഈ വണ്ടിക്ക് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഡയറക്റ്റ് ഇപ്പോൾ എനിക്ക് വണ്ടി എടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഗ്യാപ്പിലൂടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്ക് ഞാൻ കുറച്ച് മുമ്പോട്ടേക്ക് വെക്കുകയാണ്. അത് നോക്കുക, ബൈക്ക് ഞാൻ മുമ്പോട്ടേക്ക് വെക്കുന്നു. ബൈക്ക് ഞാനിത് മാക്സിമം മുമ്പോട്ടേക്ക് വെക്കുകയാണ്. ഇപ്പോൾ ബൈക്ക് ഞാൻ മാക്സിമം മുമ്പോട്ടേക്ക് വെച്ചു. നിങ്ങൾ നോക്കിയേ, കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ ബൈക്ക് മാക്സിമം മുമ്പോട്ടേക്ക് വെച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഡയറക്റ്റ് ഞാൻ എടുക്കുന്നില്ല. ഞാൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചൊന്ന് ബാക്കോട്ട് വന്നതിന് ശേഷമാണ് ഫുള്ള് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ ഇത് ടച്ച് ആവാതെ നമുക്ക് കിട്ടും. അതായത് വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ എത്തുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരിക, നേരിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊന്ന് ബാക്ക് പോയിട്ട് തിരിക്കുകയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ടയർ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ടയർ കുറച്ചും കൂടി ഒന്ന് ബാക്കിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഫുള്ളായിട്ട് തിരിക്കുകയുള്ളൂ. ഇവിടുന്ന് തന്നെ തിരിക്കുന്നില്ല. നമ്മൾ ഈ കോർണർ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. കുറച്ച് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് സേഫായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ വണ്ടി ഇവിടുന്ന് ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ വ്യക്തമായിട്ട് നോക്കേണ്ടത് മിററുകൾ തന്നെയാണ്. മിററുകൾ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഒരു കോർണർ ഇവിടുന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കോർണർ ശ്രദ്ധിച്ചിട്ട് പോവുക. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിവേഴ്സ് ഗിയർ ആക്കി കുറച്ചൊന്ന് ബാക്കിലേക്ക് പോവുകയാണ്. വളരെ കുറച്ചാണ് ബാക്കിലേക്ക് പോകുന്നത്. നിങ്ങൾ നോക്കുക, ഞാൻ കുറച്ചൊന്നും ഒരു പോയിന്റ് ബാക്കിലേക്ക് പോയി, കണ്ടില്ലേ? ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് വലത് സൈഡിലേക്ക് തിരിക്കാനാണ് പോകുന്നത്. നോക്കാം, വലത് സൈഡിലേക്ക് ഫുള്ളായിട്ട് തിരിച്ചുകൊണ്ട് വണ്ടി മൂവ് ആക്കുന്നു, കണ്ടില്ലേ? ഇങ്ങനെ മൂവ് ആക്കുന്നു. ഇങ്ങനെ മൂവ് ആക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് എങ്ങോട്ട് പോയിട്ടുണ്ട്? ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും എത്രമാത്രം വണ്ടി ബാക്കിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് ഇപ്പോൾ നോക്കി മനസ്സിലാക്കിക്കോളൂ. കണ്ടോ? നമ്മളിത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എടുത്തത്. ഓക്കെ, വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്ര അടുപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ ബൈക്ക് അവിടെ തന്നെ വെച്ചിരുന്നെങ്കിലോ ഷുവറായിട്ട് വണ്ടിയുടെ ഭാഗം തട്ടുമായിരുന്നു, കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് കോർണർ നോക്കിയാൽ നിങ്ങൾ ഇതിപ്പോൾ അങ്ങോട്ടേക്ക് പാസ്സായിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് കൂളായിട്ട് തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കുക, ഞാൻ ബാക്കി കൂടെ എടുക്കുകയാണ്, ബാക്കിലേക്ക് എടുക്കുകയാണ്. പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു, കണ്ടില്ലേ? നമ്മളിതാ കൂളായിട്ട് ബാക്കിലേക്ക് എടുത്തിട്ട് ഇവിടെ എത്തിയ സമയത്ത് വണ്ടി ഏകദേശം ലെവലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുന്നു.
സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ട് ബാക്കിലേക്ക് പോകുന്നു. കണ്ടില്ല? വളരെ സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കി നിങ്ങൾ, കണ്ടില്ലേ? വളരെ കൂളായിട്ട് നമ്മളിങ്ങനെ ബാക്കിലേക്ക് എടുത്തു. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്